നമസ്കാരം. കേരളത്തിൽ നടക്കിയ സംഭവമായിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസ്. കമ്മികളുടെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഭവം കൂടിയായിരുന്നു അത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും എന്ന വിധി 4 ദിവസം മുന്നെയാണ് വന്നത്. 1 മുതൽ 8 വരെ പ്രതികളായ എ പീതാംബരൻ, സജി സി ജോർജ്, കെ എം സുരേഷ്, കെ അനിൽകുമാർ, ഗിജുനാർ ശ്രീരാഗ്, എ അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി ടി രഞ്ജിത്ത്, 15-ാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം. കൊലപാതകം, ഗൂഢാലോചന അടക്കം 2 കുറ്റങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ ഉണ്ടെങ്കിലും രണ്ടും ഒന്നിച്ചനുഭവിച്ചാൽ മതി. മുൻ MLA കെ വി കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 1000 രൂപ പിഴയുമെന്നാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറഞ്ഞത്. പിഴതുക കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പെരിയ ഇരട്ടക്കൊലക്കേസിൽ 4 പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. മുൻ MLA കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷയാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. 4 പ്രതികൾക്കും 5 വർഷം കഠിന തടവ് ശിക്ഷയാണ് CBI കോടതി വിധിച്ചിരുന്നത്. 20-ാം പ്രതിയായ കെ വി കുഞ്ഞിരാമൻ, 14-ാം പ്രതി കെ മണികണ്ഠൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരാണ് അപ്പീലുമായി കോടതിയെ സമീപിച്ചത്. തെളിവുകളില്ലാതെയാണ് പ്രത്യേക CBI കോടതി തങ്ങൾക്കെതിരെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്നാണ് അപ്പീലിൽ പറയുന്നത്. 2019 ഫെബ്രുവരി 17-നാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശരത് ലാൽ, KP, കൃപേഷ് എന്നിവരെ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് മുൻപ് 1-ാം പ്രതി പീതാംബരനെയും കൂട്ടുപ്രതി വിഷ്ണു സുരേന്ദ്രൻ എന്ന് വിളിക്കുന്ന സുരേന്ദ്രനെയും ശരത് ലാലും മറ്റുള്ളവരും ആ വർഷം ജനുവരി 5-ന് കാസർഗോഡ് കല്ലിയോട്ടിൽ വെച്ച് KSU SFI പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ആക്രമിച്ചുവെന്നാണ് ആരോപണം. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. CPM നേതാവും ഉദുമ മുൻ MLAയുമായ കെ വി കുഞ്ഞിരാമൻ, ഉദുമ CPM മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കുറ്റക്കാരിൽ ഏറിയ പങ്കും CPM നേതാക്കളും പ്രവർത്തകരുമാണ്. കേസിൽ 10 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. 1-ാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഇത്. 10-ാം പ്രതി ടി രഞ്ജിത്ത്, 14-ാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർ ഈ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിക്കുകയും പ്രതികളെ സംരക്ഷിച്ചതായും കോടതി കണ്ടെത്തി. മുൻ MLA കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ കടത്തിക്കൊണ്ടുപോയ കുറ്റമാണ് ചുമത്തിയത്. പരമാവധി 2 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. വിധി പറയുന്നതിനിടെ കോടതി പ്രതികളെ കേട്ടിരുന്നു. ശിക്ഷയിൽ ഇളവ് തേടി പ്രതികൾ പ്രാരാബ്ദങ്ങൾ പറഞ്ഞു. ബിരുദം പൂർത്തിയാക്കണമെന്നും പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നുമുള്ള 7-ാം പ്രതി അശ്വിന്റെയും വയോധികനാണെന്നും പ്രായമുള്ള അമ്മയെ നോക്കണമെന്നുമുള്ള മുൻ MLA കെ വി കുഞ്ഞിരാമന്റെ അഭ്യർത്ഥനയും കോടതി കേട്ടു. അതേസമയം ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതു മുതൽ കേസ് അട്ടിമറിക്കാൻ കമ്മികൾ നടത്തിയ ശ്രമങ്ങളൊക്കെ ഇതിനോടകം തന്നെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനൊരു സംഭവത്തിന് പിന്നിൽ കമ്മികളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ടെന്ന ആധാരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.